ആ മദീന കണ്ടവരാർക്കും ആശ തീർന്നില്ല. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സുഗന്ധമായിരുന്നു. അവിടുത്തെ ശരീരം എല്ലാ സമയവും നല്ല കസ്തൂരിയേക്കാൾ വാസനയുണ്ടായിരുന്നു. ഒരിക്കൽ അവിടുത്തെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ശമംതു അംബറൻ ഖത്തുൻ വലാ മിസ്കൻ വലാ ശൈഅൻ അത്യബ മിൻ റീഹി റസൂലില്ലാഹ്. റസൂലുള്ളാഹിനേക്കാൾ സുഗന്ധമുള്ള ഒരു മിസ്കിനെയോ ഒരു അംബറിനെയോ ഞാൻ ശ്വസിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ അവിടുത്തെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ശരീരം മൃദുലമായ ശരീരമായിരുന്നു, നല്ല മിനുസമുള്ള ശരീരമായിരുന്നു. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ മസസ്തു ദീബാജം വലാ ഹരീറ അല്ലന മിൻ കഫി റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ ശരീരത്തെക്കാൾ മൃദുലമായ ഒരു പട്ടിനെയും ഞാൻ തൊട്ടിട്ടില്ല, സ്പർശിച്ചിട്ടില്ല. അത്രത്തോളം മിനുസമായ ശരീരമായിരുന്നു റസൂലുള്ളാഹിന്റെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ള ഒരു വഴിയിലൂടെ നടന്നു പോയാൽ സുഗന്ധം അടിച്ചു വീശുമായിരുന്നു. സ്വഹാബത്ത് ആ സുഗന്ധം ശ്വസിച്ചുകൊണ്ട് റസൂലുള്ള എവിടെയാണെന്ന് കണ്ടെത്തുമായിരുന്നു. അത്രത്തോളം സുഗന്ധമായിരുന്നു റസൂലുള്ളാഹിന്റെ ശരീരത്തിന് ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ഖാരിഇന്റെ ഇമാമായ ഇമാം നാഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സംസാരിച്ചാൽ വായിൽ നിന്നും സുഗന്ധം വരുമായിരുന്നു, മിസ്കിന്റെ ഗന്ധം വരുമായിരുന്നു. ഇദാ തകല്ലമ ശമ്മമൻ ഫീഹി റാഹിയത്തുൽ മിസ്ക്. നാഫി തങ്ങൾ സംസാരിച്ചാൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും മിസ്കിന്റെ ഗന്ധം വരുമായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടു പറഞ്ഞത്, ഞാൻ എൻ്റെ വായിൽ സുഗന്ധമോ അത്രയൊന്നും പൂശിയിട്ടില്ല, പക്ഷേ ഇങ്ങനെ വരാൻ കാരണം റഅയ്തുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. ഞാൻ ഒരിക്കൽ കടന്നുറങ്ങുമ്പോൾ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങൾ എൻ്റെ വായിലേക്ക് ഓതിത്തരുന്നത് ഞാൻ സ്വപ്നം കണ്ടു. അന്ന് മുതലാണ് എൻ്റെ വായക്ക് ഇത്രത്തോളം സുഗന്ധത്തിന്റെ ഗന്ധമുണ്ടായി എന്ന് ഒരിക്കൽ ബഹുമാനപ്പെട്ട നാഫി ഇമാം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ബഹുമാനപ്പെട്ട വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു ഒരു ബക്കറ്റ് വെള്ളമായി കൊണ്ട് നബി തങ്ങളെ ചാരത്തേക്ക് പോയി. നബി തങ്ങൾ ആ ബക്കറ്റിൽ നിന്നും വെള്ളം കുടിച്ചു. ബഹുമാനപ്പെട്ട സ്വഹാബി അവശേഷിക്കുന്ന വെള്ളം അദ്ദേഹത്തിന്റെ കിണറ്റിൽ കൊണ്ടുപോയി ഒഴിച്ചു. അന്ന് മുതൽ അദ്ദേഹത്തിന്റെ കിണറിൽ നിന്നും കസ്തൂരിയുടെ വാസന ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി. നബി തങ്ങൾ കുടിച്ചതിന്റെ ബാക്കിയുള്ള വെള്ളം ബഹുമാനപ്പെട്ടവർ അവരുടെ കിണറ്റിൽ ഒഴിച്ചത് മുതൽ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ കിണറിന് കസ്തൂരിയുടെ ഗന്ധമുണ്ടായിരുന്നു. ആ നബി തങ്ങളുടെ ഉമിനീരിന്റെ വെള്ളം തട്ടിയ ആ ഷറഫാക്കപ്പെട്ട ഉമിനീരിന്റെ ബർക്കത്ത് കൊണ്ട് അന്ന് മുതൽ അദ്ദേഹത്തിന്റെ കിണർ കസ്തൂരിയുടെ വാസന ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഉമൈറ ബിൻത് മസ്ഊദും അവിടുത്തെ സഹോദരിമാരും നബി തങ്ങളെ കാണാൻ പോയി. നബി തങ്ങളുമായി ബൈഅത്ത് ചെയ്യാൻ പോയ സമയത്ത് നബി തങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു, നല്ല വേവിച്ച മാംസം കഴിക്കുകയായിരുന്നു. നബി തങ്ങൾ കടിച്ചെടുത്ത ഒരു മാംസത്തിന്റെ കഷ്ണം അവർക്ക് കൊടുത്തു, അവരത് കഴിച്ചു. അന്ന് മുതൽ അവരുടെ വായക്ക് വായനാറ്റമുണ്ടായിട്ടില്ല, നല്ല സുഗന്ധമുണ്ടായിരുന്നു. ആ നബി തങ്ങളുടെ വായയുടെ സ്പർശനമേറ്റ ആ മാംസം അവർ കഴിച്ചത് മുതൽ അവരുടെ വായക്ക് നല്ല സുഗന്ധമുണ്ടായി. പിന്നീട് ഒരിക്കലും അവർക്ക് വായനാട്ടം ഉണ്ടായിട്ടില്ലെന്ന് അവർ തന്നെ രേഖപ്പെടുത്തുകയാണ്. മദീനത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന, മറ്റുള്ളവരെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സഹോദരി ഒരിക്കൽ നബി തങ്ങളെ ചാരത്ത് പോയി. ആ സമയത്ത് നബി തങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സഹോദരിക്ക് നബി തങ്ങൾ ഭക്ഷണം കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ വായിൽ നിന്നുള്ള ഭക്ഷണം മതി എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ഷറഫാക്കപ്പെട്ട നബി തങ്ങളുടെ ഉമിനീരുമായി കൂട്ടുമുട്ടിയ ആ ഭക്ഷണം ആ സഹോദരിക്ക് കൊടുത്തു. അന്ന് മുതൽ പിന്നീട് ഒരിക്കലും ആ സഹോദരി മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. ആ സഹോദരി അതിനുശേഷം നല്ലൊരു വ്യക്തിയായി, നല്ലൊരു യുവതിയായി മാറുകയാണ്. ആ നബി തങ്ങളുടെ ആ ഉമിനീരിന്റെ ബറക്കത്താണ് പ്രിയപ്പെട്ടവരെ ആ സഹോദരിക്ക് ലഭിച്ചത്.
ഖൈബർ യുദ്ധം നടക്കുന്ന അവസരത്തിൽ സഹാബിമാരൊക്കെ യുദ്ധത്തിന് റെഡിയായി നിൽക്കുമ്പോൾ യുദ്ധത്തിന്റെ ക്യാപ്റ്റനായ അലി തങ്ങളെ കാണാനില്ല. നബി തങ്ങൾ ചോദിച്ചു, അയിന അലി, അലി എവിടെയാണ് ചോദിച്ചപ്പോൾ സഹാബിമാർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അലി തങ്ങൾക്ക് ചെങ്കണ്ണ് പിടിപെട്ടു, അദ്ദേഹത്തിന്റെ കണ്ണിന് അസുഖമായി എന്ന് പറഞ്ഞപ്പോൾ അലിയെ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അലി തങ്ങൾക്ക് നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഊമിനീര് അലി തങ്ങളുടെ കണ്ണിൽ തേക്കുകയാണ്. ആ നിമിഷം തന്നെ അലി തങ്ങളുടെ ചെങ്കണ്ണ് മാറുകയാണ്. അദ്ദേഹം ഖൈബർ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഉണ്ടായത്. ആ നബി തങ്ങളുടെ ഉമിനീരിന്റെ ശ്രേഷ്ഠതയാണ്, ബറക്കത്താണത്. ഖൈബർ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ തലക്ക് വെട്ടേറ്റു, ആഴത്തിൽ മുറിവുണ്ടായി, തലച്ചോറ് വരെ ആഴത്തിൽ മുറിവുണ്ടായി. ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് തലക്ക് മുറിവേറ്റ ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിലേക്ക് നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഊമിനീര് തേച്ചപ്പോൾ തലച്ചോറ് വരെ ആഴത്തിൽ മുറിവുണ്ടായിട്ടും നബി തങ്ങളുടെ പവിത്രമായ ഷറഫാക്കപ്പെട്ട ഉമിനീരേറ്റത് മുതൽ ഉമിനീർ അവിടെ പുരട്ടിയപ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ ആ മുറിവിന് ശമനമുണ്ടാവുകയാണ്, ആ മുറിവ് ശിഫയാവുകയാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമിനീരിന്റെ ശ്രേഷ്ഠതയാണ്, പവിത്രതയാണ്. ഹുദൈബിയ സന്ധിയെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആ സമയത്ത് സ്വഹാബത്തിന് വെള്ളത്തിന്റെ പ്രയാസം വന്നപ്പോൾ, അവരുടെ പക്കലുള്ള വെള്ളമെല്ലാം തീർന്നപ്പോൾ നബി തങ്ങൾ അവിടെ വറ്റി വരണ്ട ഒരു നീർച്ചാലുണ്ടായിരുന്നു. അതിൽ പോയി നബി തങ്ങൾ തുപ്പിയപ്പോൾ ആ നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ഉമിനീർ തട്ടിയപ്പോൾ ആ വറ്റി വരണ്ട നീർച്ചാല് വഞ്ചനപ്രവാഹമായി മാറി. 1400ഓളം വരുന്ന സ്വഹാബത്തിന് കുളിക്കാനും ഉളൂ ചെയ്യാനും കുടിക്കാനുമുള്ള വെള്ളം അവിടെ നിന്ന് കിട്ടുകയാണ്. ആ നബി തങ്ങളുടെ ഒരു ഉമിനീരിന്റെ ബറക്കത്താണത്, ശ്രേഷ്ഠതയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നത്. ഹന്തക് യുദ്ധത്തിൽ നബിയും സ്വഹാബത്തും ഹന്തക്കിന്റെ കിടങ്ങ് കീറുന്ന അവസരത്തില് അവർക്ക് ശക്തിയായി വിശക്കാൻ തുടങ്ങി. കഴിക്കാൻ ഭക്ഷണമില്ലാതെ നബിയും സ്വഹാബത്തും വയറ്റിൽ കല്ല് കെട്ടിവെച്ചുകൊണ്ട് ഹന്തക്കിന്റെ കിടങ്ങ് കീറുന്നത് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ബഹുമാനപ്പെട്ടവർ വീട്ടിൽ പോയി പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഉള്ളത്? ഇവിടെ കുറച്ച് മാവുണ്ട്, ഒരു ചെറിയ മൃഗമുണ്ട്, നമുക്കതിനെ അറുത്ത് ഭക്ഷണം പാചകം ചെയ്യാം. അങ്ങനെ 2-3 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ്. അങ്ങനെ ജാബിർ തങ്ങൾ നബി തങ്ങൾ അടുത്ത് ചെന്നുകൊണ്ട് കാര്യം അവതരിപ്പിച്ചു. നബിയെ, എന്റെ വീട്ടിൽ കുറച്ച് ഭക്ഷണമുണ്ട്, അങ്ങും കുറച്ചു പേര് വന്നാൽ അത് കഴിച്ചു പോവാമെന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. നബി തങ്ങൾ 1500 പേരെ കൂട്ടിക്കൊണ്ട് ജാബിർ തങ്ങളെ വീട്ടിലേക്ക് പോയി. അങ്ങനെ 2-3 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമിനീർ തട്ടിച്ചത് കൊണ്ട് 1500 പേര് കഴിക്കാൻ അത് ഉണ്ടാവുകയാണ്. 1500 സ്വഹാബിമാര് ആ ഭക്ഷണം കഴിച്ച് അവരുടെ വിശപ്പടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നബി തങ്ങളുടെ ഉമിനീര് അത് സുഗന്ധമാണ്, അത് ബറക്കത്താക്കപ്പെട്ട ഉമിനീരാണ്, അത് രോഗങ്ങൾക്കുള്ള മരുന്നാണ്, അത് പ്രയാസങ്ങൾക്കുള്ള പരിഹാരമാണ്. ആ സുന്ദരമായ റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യാൻ, നബി തങ്ങളെ പിൻപറ്റാൻ, നബി തങ്ങളെ ഒരുപാട് സ്വലാത്ത് ചെല്ലാൻ, നബി തങ്ങളെ മനാമിൽ കാണാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ മദീന കണ്ടവരാർക്കും ആശ തീർന്നില്ല.